ജൂൺ 19 ദേശീയ വായനാ ദിനം. അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി തലകുനിക്കുക, എങ്കിൽ നാളെ സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാം. അറിവിന്റെ സ്രോതസ്സാണ് വായന. വിശാലമായ കാഴ്ചപ്പാടുകളും വായന നമുക്ക് സമ്മാനിക്കുന്നു. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വ്യക്തികളിൽ ഭാഷ ഉപയോഗിക്കുന്നതിലും സംസാരിക്കുന്നതിലും ആത്മവിശ്വാസവും ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതിനും വായനയ്ക്ക് വലിയ പങ്കുണ്ട്. അതായത് ഒരുവന്റെ വ്യക്തിത്വത്തെ രൂപവൽക്കരിക്കുന്നതിൽ വായന വലിയൊരു പങ്ക് വഹിക്കുന്നു. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറെ ഫലം തരുന്നതുമായ വിജ്ഞാന വിനോദ ഉപാധിയാണ് വായന. അതിനാൽ പഠിക്കുന്ന കാലത്ത് തന്നെ വായിക്കുന്ന ശീലം നാം വളർത്തിയെടുക്കണം. പുസ്തകം എന്നാൽ പാഠപുസ്തകങ്ങൾ എന്നതിൽ കവിഞ്ഞൊരു സങ്കല്പം വിദ്യാർത്ഥികൾക്ക് ഇല്ലാതായി തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. സ്വയം പഠിക്കാനും അറിവ് നേടാനും അങ്ങനെ ജീവിത വിജയം സ്വന്തമാക്കാൻ വായനാശീലം നമ്മെ സഹായിക്കും. എന്താണ് വായന? ഭാവനയുടെ ലോകത്ത് ചിറകില്ലാതെ പാറിപ്പറക്കാൻ സഹായിക്കുന്ന അടിസ്ഥാന ഉപാധിയാണ് പുസ്തകങ്ങൾ. പത്രമാസികകൾ, മഹാന്മാരുടെ ജീവചരിത്രം, ആത്മകഥകൾ, കവിതകൾ, കഥകൾ, നോവലുകൾ, നാടകങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കൃതികളും വായിക്കണം. ആസ്വാദന ശേഷി വർദ്ധിപ്പിക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ നൽകാനും അവയ്ക്ക് കഴിയും. ഇന്ന് ഈ വായനയുടെ കാലമാണ്. ലോകത്ത് എവിടെയിരുന്ന് വായിക്കാനും സാധിക്കുന്നു. അറിവുകൾ സൂക്ഷിച്ചു വയ്ക്കാനും ഫലപ്രദമായി ഉപയോഗിക്കാനും സാധിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നാം അഭിമാനിക്കുമ്പോൾ നമുക്ക് അന്യമായി പോകുന്ന വായനശാല സംസ്കാരത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. വായനാശീലം മറന്ന് സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിയ പുതിയ തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. ഇനിയും അസ്തമിക്കാത്ത വായന അപൂർവ വസ്തുവായി മാറാതിരിക്കാൻ വായനാ ദിനങ്ങൾ കാരണമാകട്ടെ. വായിച്ചു വളരുന്നതിനും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രത്യാശിക്കാം.